അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പൊന്നാര മക്കളെ, എന്തെല്ലാം സുഖല്ലേ? നമ്മൾ ആ ഫിഖ്ഹിൽ 3-ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ ഒന്നാമത്തെ പാഠം നമ്മൾ വായിച്ചിരുന്നു. അതിൻ്റെ തെദ്രീബാത്ത് നമ്മൾ അവിടെ ചേർത്തിട്ടില്ല. അപ്പോൾ തെദ്രീബാത്ത് ഞാൻ ചെറിയൊരു വീഡിയോ ആക്കി മാറ്റിയതാട്ടോ. നിങ്ങൾ പ്ലേ ലിസ്റ്റിൽ കേൾക്കുകയാണെങ്കിൽ കാണുകയാണെങ്കിൽ പ്രശ്നമില്ല. ക്ലാസ് പാഠം കഴിഞ്ഞ് ഉടനെ തന്നെ അതിന് തെദ്രീബാത്തിന് വരും കേട്ടോ, ഇൻഷാ അല്ലാഹ്. നസ്ലു അൽ മുത്തഹിരീൻ, അതിൻ്റെ അർത്ഥം ഇവിടെ ഉണ്ട്. അൽ മുത്തഹിരീൻ അതിൻ്റെ അർത്ഥം അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത് എഴുതുക. എന്താണ്? ശുദ്ധിയുള്ളവർ. ശതുറുൻ അതിൻ്റെ അർത്ഥം ഇവിടെ ഉണ്ട്. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതുക, പകുതി. അൽ ഈമാൻ അതിൻ്റെ അർത്ഥം ഇവിടെ ഉണ്ട്, സത്യവിശ്വാസം. അതുകൊണ്ട് എടുത്ത് എഴുതി. ഇവിടെ വിശ്വാസീന്നാ, ചെറിയൊരു തെറ്റ് പറ്റിയത് അച്ചടിച്ചപ്പോഴേ വിശ്വാസം എന്നാട്ടോ. പിന്നെ അത്തുഹൂറു അതിൻ്റെ അർത്ഥം പറയുന്നുണ്ട്, തുഹൂർ ശുചിത്വം. യുഹിബ്ബു അതിൻ്റെ അർത്ഥം പറയുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അത് റെഡിയായി. ഇനി പറയാം നുജീബു ഉത്തരം എഴുതാം. ശുദ്ധിയുള്ളവരെ ആരെല്ലാം ഇഷ്ടപ്പെടും? അല്ലാഹുവും അവൻ്റെ റസൂലും മലക്കുകളും. അപ്പം അത് കഴിഞ്ഞിട്ട് 2 കേട്ടോ. എവിടെയെല്ലാം ശുദ്ധി വേണം? എവിടെയെല്ലാം ശുദ്ധി വേണം? വീട്, പരിസരം, ശരീരം, വസ്ത്രം. ഇനി 3 അശുദ്ധി എത്ര വിധമുണ്ട്? അവ ഏതെല്ലാം? ഉത്തരം 2 വിധം. ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും. ഇനി 4-ാമത്തെ ചോദ്യം. പൂർണ്ണമായ വുളൂഅ് ചെയ്താലുള്ള നേട്ടമെന്ത്? അവൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. കോള് വന്നില്ലേ? അങ്ങനെ തന്നെയല്ലേ, നമുക്ക് 2 ലോകം വേണ്ട അല്ലേ? റബ്ബനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസന. ദുനിയാവുമായിട്ട് കോളൊക്കെ വരും. അല്ലാഹ് അപ്പം അവൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. ഇനി 5-ാമത്തെ ചോദ്യം. വുളൂഅ് സ്വഹീഹാവാൻ എന്തെല്ലാം പൂർണ്ണമായി ചെയ്യണം? ഷർത്തുകളും ഫർളുകളും. അപ്പം അതും കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മളെ പാഠത്തിൽ പറഞ്ഞ കാര്യം ഒരു സംഭാഷണമാക്കി മാറ്റണം. ഇസ്മായിലും മുഹ്സിനും, എങ്ങനെ അറിയാം? മുഹ്സിന് മോനും ഇസ്മായിൽ മോനും കൂടിയുള്ള സംഭാഷണമാക്കി മാറ്റുക. അപ്പോൾ ആദ്യം ഇവിടെ ഇസ്മായിൽ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഇസ്മായിൽ മുഹ്സിന് ഇങ്ങനെ എഴുതാൻ മടിച്ചിട്ടേ, നിങ്ങൾ വേണമെങ്കിൽ എഴുതിക്കോളി. ഇസ്മായിൽ ആദ്യം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മുഹ്സിൻ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഇസ്മായിൽ എന്താ വിശേഷം? മുഹ്സിൻ സുഖമാണ്. ഇസ്മായിൽ ശുചിത്വത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? മുഹ്സിൻ ശുചിത്വം ഈമാനിൻ്റെ പകുതിയാണ്. പിന്നെ എവിടെയൊക്കെയാണ് ശുചിത്വം വരുത്തേണ്ടത്? മുഹ്സിൻ പറയണേ. ഇസ്മായിൽ മറുപടി,
വീട്, പരിസരം, ശരീരം, വസ്ത്രം. അപ്പോൾ മൊയ്സി അശുദ്ധി എത്ര വിധമുണ്ട്? 2 വിധം. മൊയ്സി അവ ഏതൊക്കെയാണ്? ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും. മൊയ്സി ചെറിയ അശുദ്ധിയിൽ നിന്ന് എങ്ങനെ ശുദ്ധിയാവും? വുളൂ ചെയ്യൽ കൊണ്ട്. മൊയ്സി വലിയ അശുദ്ധിയിൽ നിന്ന് എങ്ങനെയാണ് ശുദ്ധി വരുത്തുക? കുളിക്കൽ കൊണ്ട്. ഇസ്മായിൽ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മളെ ക്ലാസ്സിൽ ഒരു പരിപാടി ഉണ്ടാക്കണം. നിങ്ങൾ ഒരു സമാജത്തിൽ ഒരു പരിപാടി, ഒരു കലാപരിപാടി ഉണ്ടാക്കുക. അങ്ങനെ ഒരു പരിപാടി ഉണ്ടാക്കുക. അതിനെന്താ പരിപാടി ഇല്ലേ? ദുആ ആരാ? നിങ്ങൾ പറയും. ആരാ ദുആക്ക്? ദുആർക്കെന്നല്ലേ നമ്മൾ ഉസ്താദ് തന്നെ. അപ്പോൾ അവിടെ ഉസ്താദ്. സ്വാഗതം ആരാ പറയാ? നിങ്ങളെ ക്ലാസ്സിലത്തെ കുട്ടികളുടെ പേര് നിങ്ങളെഴുതിക്കും. ഞാൻ എൻ്റെ മനസ്സിൽ വന്ന കുട്ടികളുടെ പേര് ഞാൻ എഴുതി. ഇതന്നെ കോപ്പി അടിക്കണം എന്നൊന്നുമില്ല. ഒരു ഫോർമുലയാണ് ഞാൻ എഴുതിയത്. അപ്പോൾ ദുആ ഉസ്താദ് പറഞ്ഞോട്ടെ. സ്വാഗതം അനസുമോൻ പറയട്ടെ. അധ്യക്ഷൻ ആരാ? സൽമാൻ അധ്യക്ഷത. പിന്നെ ഉദ്ഘാടനം ആരാ? നമ്മൾ ജുവൈരിയ മോളായിക്കോട്ടെ. ചെറിയ കുട്ടികളെ ജുവൈരിയ മോൾ ഉദ്ഘാടനം ചെയ്യട്ടെ. പ്രസംഗം ആരാ? മുനീർ. ആരാ മദ്ഹ് ഗാനം പാടുക? ജലീലും പാടണം. ഉസ്മാൻ അതിന് പോയി ഹംസയിക്കണം, തെറ്റിപ്പോയതാ. ഉസ്മാനും പാടണം, ഫിറോസും പാടണം. 3 ആൾക്കാരും പാട്ടും പാടണം. മദ്ഹ് ഗാനം കേട്ടോ. പിന്നെ നന്ദി ആരാ പറയാ? അത് ബുഷ്റ മോളായിക്കോട്ടെ. അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അല്ലാഹ്. നല്ല ഓർമ്മശക്തി തരണേ അല്ലാഹ്. രോഗങ്ങളൊക്കെ മാറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർ ഞങ്ങൾക്കൊക്കെ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികളുടെ ഉസ്താദുമാരെ കവറൊക്കെ നീ സ്വർഗമാക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും.